ചേച്ചി അവിടെ ഒന്ന് രണ്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുത്തിട്ട് മോശം ഒരു ബന്ധു ആയതുകൊണ്ടാണ് കൊടുത്തത്. ആറ്റിങ്ങിലോ മുംബൈയിലോ മറ്റെയാണ് ആ സിനി പറഞ്ഞ സ്ത്രീ ആണ്. ദേവമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധുവില്ല കാര്യം എനിക്കറിയാം. ഞാൻ അവിടുത്തെ വാർഡ് മെമ്പർ ആയിരുന്ന ആളാണ്. ദേവമ്മയ്ക്ക് അങ്ങനെ ഒരു ബന്ധുവില്ല. പറഞ്ഞ അടിച്ചതിന്റെ കാരണം കൂടി ഞാൻ പൊട്ടിക്കുന്നു. ജഗർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. പാലക്കാട് BJP സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ വോട്ടിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുകയാണ്. അതായത് 5000 രൂപ വെച്ചിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോഴുള്ള ഒരു വിവാദം. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് പ്ലീസ്. പിന്നെ എൻ്റെ ഈ മുഖത്ത് കാണുന്ന കുത്തുകുത്ത് നിങ്ങൾ കണ്ട് പേടിക്കരുത്. അതിനുവേണ്ടി ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, ഇതൊരു ചിക്കൻ ബോക്സ് വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പോകുന്നതാണ്. പാലക്കാട് BJP സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ വോട്ടിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുകയാണ്. അതായത് 5000 രൂപ വെച്ചിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോഴുള്ള ഒരു വിവാദം. ആ വിവാദത്തിന് ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മാമയ്ക്ക് പൈസ കൊടുക്കുന്നതായിട്ടുള്ള വീഡിയോ ചിത്രീകരിച്ച് അത് വൈറലായി. അപ്പോൾ ആ വീഡിയോ ചിത്രീകരിച്ചത് മാത്രമല്ല, ഈ ഫോൺ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ശോഭ സുരേന്ദ്രൻ കാണിച്ച വൃത്തികെട്ട സംഭാഷണവും അടിച്ച് തൻ്റെ മോന്തയുടെ പല്ലിയാണ് ഇളക്കുന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെയാണ് ശോഭ സുരേന്ദ്രൻ്റെ വായിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജനപ്രതിനിധിയാണ് പാലക്കാടുള്ളതെന്ന് പറഞ്ഞതിൽ വളരെയധികം ദുഃഖമുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ആ ഒരു വീഡിയോ കാണാം. ചെയ്യരുത് കേട്ടാ. അപ്പോൾ ആ അമ്മച്ചിക്ക് പൈസ കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ആ അമ്മച്ചിയെ പോലെയുള്ള അമ്മമാരൊക്കെ ഒരു 100 രൂപ സന്തോഷത്തോടു കൂടി ആര് കയ്യിൽ വെച്ച് കൊടുത്താലും അവർ പറയുന്ന എന്തും ചെയ്യും. അപ്പം അതുപോലെയുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് ഇവർ ഈ ഗുജറാത്തിലും ഈ മധ്യപ്രദേശിലും ഒക്കെ കാണിച്ചിട്ടുള്ള അതേ തരികിട ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്, ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതം വെച്ചിട്ടുള്ള രാഷ്ട്രീയവും ഇതുപോലെ പൈസ കൊടുത്തിട്ടുള്ള രാഷ്ട്രീയവും അതുപോലെ തന്നെ കിറ്റ് കൊടുത്തിട്ടുള്ള രാഷ്ട്രീയം, സാരി കൊടുത്തിട്ടുള്ള രാഷ്ട്രീയം, അതായത് പിന്നെന്താണ്, പിന്നെ മിഷ്യനിൽ ഏതിൽ കുത്തിയാലും താമര വിരിയ, അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയുള്ള വിജയം. അപ്പോൾ ഇതിങ്ങനെ പൈസ ഇങ്ങനെ കുത്തനെ ഒഴുകാണ് കേന്ദ്രത്തിൽ നിന്ന്. ഇപ്പോൾ 1 കോടി വേണോ, 2 കോടി വേണോ, 3 കോടി വേണോ, വേറെ ആരുടെ അടുത്തും പൈസ ഉള്ളത് മുഴുവൻ BJPയുടെ കയ്യിൽ മാത്രമാണ്. സോ ഈ NDA സ്ഥാനാർത്ഥികൾ കാണിച്ചു കൂട്ടുന്ന അപരാധം നിറഞ്ഞ വീഡിയോസ് കണ്ട് എന്താണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്? ഇവർ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നാളെ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഓരോ വോട്ടർമാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ അവർ കൊണ്ടുവന്നിരുന്ന ഒരു കിറ്റിനും അവർ കൊണ്ടുവന്നിരുന്ന പൈസയ്ക്കും വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫ്യൂച്ചർ ലൈഫുണ്ട്, നമ്മുടെ ഭാവിയിലെ കേരളം. അപ്പോൾ അതിനെ പറ്റിയിട്ട് യാതൊരു വക ചിന്തയും ഇല്ലാതെ ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം പ്രവർത്തിക്ക് വോട്ട് ചെയ്യാതിരിക്കുക. ഇത്തരം പ്രവർത്തിക്ക് എതിരായിട്ട് പ്രതികരിക്കുക. നമ്മളെ ജനങ്ങൾ നിശബ്ദരായതുകൊണ്ടാണ് ഇവർ ഇമ്മാതിരി തോന്നിവാസങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ പിടിച്ചു നിർത്തുക, എന്നിട്ട് അവരുടെ തോന്നിവാസങ്ങൾ, അവരുടെ വായിൽ നിന്ന് വരുന്ന വായ്ത്താളവും ഒരു ദിവസം 10 നിലപാട് പറയുന്ന ആൾക്കാരുടെ വാക്കുകളും വിശ്വസിക്കാൻ പോവാതിരിക്കുക. ഇതൊക്കെയാണ് ആദ്യമേ വേണ്ടത്. ഇപ്പോൾ ഇവിടെ നടന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമ്മാമയ്ക്ക് പൈസ കൊടുത്തപ്പോൾ അത് ഷൂട്ട് ചെയ്തതിന് ശേഷം ഇവർ പോയിട്ട് അവരുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശോഭ സുരേന്ദ്രൻ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നത് എന്താ, നിങ്ങൾ 2 ദിവസമായിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിന്നെ ഞാനിന്ന് പോലീസ് സ്റ്റേഷൻ കയറ്റും, പിന്നെന്താ നിൻ്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ അടിച്ചു മാറ്റും. അമ്മാതിരിയുള്ള തോന്നിവാസം എന്ന് പറഞ്ഞ വർത്തമാനങ്ങളാണ് ഒരു കാൻഡിഡേറ്റ്, ഒരു ജനപ്രതിനിധി സംസാരിക്കുന്നത്.
കലാശക്കൊട്ട് എന്നുള്ള പേരിൽ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവർ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ 10 പൈസയ്ക്ക് ബോധമില്ലാത്ത സംഭാഷണങ്ങളാണ് ഇവർ സംസാരിച്ചു കൂട്ടുന്നത്. ഒരാളോട് ഒരു വോട്ടർമാർ ചോദിക്കുകയാണ്, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാടിന് എന്ത് ചെയ്യും? അപ്പോൾ ഉടനെ തന്നെ ആൾ പറയുകയാണ്, ഞാൻ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ ഇങ്ങോട്ട് കൊണ്ടുവരും. പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടുത്തെ വോട്ടർമാർ ഇയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോലെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോലെ. വളരെ മാന്യമായിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ചോദിച്ച വഴിക്ക് ആദ്യം പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു ഡിഫെൻഡിങ്, ഇത് ഈ കുട്ടിയുടെ വല്യമ്മയാണെന്ന്. ഏത് കുട്ടിയുടെ വല്യമ്മയായാലും വോട്ട് ചോദിക്കാൻ പോയിട്ട് ഈ ഷാളിട്ട് വോട്ടിന് വേണ്ടിയിട്ട് നടക്കുമ്പോൾ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റേതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും പൈസ കൊടുക്കുന്നുണ്ടാവുക. ഇപ്പം പറഞ്ഞിട്ടില്ല, നിൻ്റെ ഫോണ് ഞാൻ എന്തൊക്കെയാണ് പറയുന്ന ആള്. ഇപ്പം എനിക്ക് മനസ്സിലായില്ല, ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. കൂടുതൽ വിലസുണ്ടാന്നാണ് മൂപ്പരാള് പറഞ്ഞത്. ആ ഫോണ് മേടിച്ച് ഞാൻ തൂരകെറിയെന്ന് പറഞ്ഞത്. നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോലെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോലെ. ഇറങ്ങി വന്നു, പുള്ളിക്കാരത്തി ഇറങ്ങി വന്നു. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാർഡ് അപ്പൊ ഈ എവിഡൻസിനൊന്നും ഒരു വിലയില്ല. അപ്പൊ എവിഡൻസ് ആയിട്ട് പിടിക്കുമ്പോ ഇതെങ്ങനെ വരുള്ളൂ? ഇപ്പോൾ 2-3 ദിവസം മുമ്പ് തൃശ്ശൂർ വാടാനപ്പള്ളിയിൽ വെച്ചിട്ട് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിന്റെ ഗോഡൌണിനോട് ചേർന്നിട്ടുള്ളവരുടെ വീടുണ്ട്. ഈ ഷോപ്പിന്റെ ഉടമസ്ഥന്റെ വീട്ടിൽ നിന്ന് ദേവനും അതുപോലെ തന്നെ 2 BJPയുടെ പ്രധാനപ്പെട്ട ആൾക്കാരേനും പൊക്കിയിട്ടുണ്ടായിരുന്നു. അത് അവിടുത്തെ ആൾക്കാരെ ഇടപെട്ടിട്ട് പോയിട്ട് പൊക്കിയിട്ടുണ്ടായിരുന്നു. പൊക്കിയ വഴിക്ക് ഇവർ പറഞ്ഞത് എന്താണ്, ഞങ്ങളവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. സംഭവം ഈ തൃശ്ശൂർ അവിടെ ഇവിടെയായിട്ട് കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇവർ. അപ്പോൾ ഈ കുടുംബയോഗങ്ങളിൽ വെച്ചിട്ട് ഈ ഇതുപോലെ കിറ്റ് വിതരണം, ബിരിയാണി കൊടുക്കൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൃശ്ശൂർ ഭാഗത്ത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും അറിയുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് വേണം ഒരു വോട്ടർമാരുടെ അടുത്ത് നിന്ന് വോട്ട് ചോദിക്കാനായിട്ട്. ഇവിടെ ചോദിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ പോയാലും ഇപ്പോൾ സകലമാന സ്ഥലത്തും BJPക്കാർ കാണിച്ചു കൂട്ടുന്ന പരിപാടി ഇതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇനി ശോഭാ സുരേന്ദ്രനെ പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്റെ മൊബൈലിൽ പറഞ്ഞണ്ട അടിച്ച് നിന്റെ കാരണക്കുറ്റി ഞാൻ പൊട്ടിക്കുന്നു. ഒരാൾ പറയണമെന്ന ഒരു വാചകമാണ്, അടിച്ചതിൻ്റെ കാരണക്കുറ്റി ഞാൻ പൊട്ടിക്കും. അതും 9 പ്രാവശ്യം മൂപ്പരാൾ മത്സരിച്ചു, 9 പ്രാവശ്യവും തോറ്റു. അപ്പോൾ ഒരു പ്രാവശ്യം പോലും ജയിക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും എല്ലാം ആളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ കുറി എങ്ങനെ പോയാലും ജയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പൈസ എറിഞ്ഞു കൊടുക്കുന്നത്. ബുദ്ധിയില്ലാത്ത കുറേ ആൾക്കാരെ ഈ ജനപ്രതിനിധിയായിട്ട് നിർത്തുക. ഏറ്റുമാനൂരൊക്കെ ഇവരുടെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആതിര നായരാണ്. എന്തറിഞ്ഞിട്ടാണ് ആതിര നായരെ അവിടെ കൊണ്ട് കാൻഡിഡേറ്റ് ആക്കി വെച്ചിരിക്കുന്നത്? കോമഡി അടിക്കാനോ? മനസ്സിലാവണില്ല. അതുപോലെ 4 നേരം നിലപാടുകൾ മാറ്റി പറയുന്ന അഖിൽമാരാർ, തൃപ്പൂണിത്തറ മണ്ഡലത്തിലെ അഞ്ജലി നായർ. ഈ നായർ മാരാർ വിട്ടിട്ടുള്ള കളികളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. റോബിൻ രാധാകൃഷ്ണൻ,
മറ്റൊരാളാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. ആള് പറഞ്ഞത് ഗുരുവായൂരപ്പൻ എന്നെ വിളിച്ചതാണെന്നാണ് പറയുന്നത്. ആള് പറഞ്ഞ ഒരു ഡയലോഗ്, ഗുരുവായൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ഹിന്ദു ആയിട്ടുള്ള MLA വന്നിട്ടുണ്ടോ? ഇവർക്ക് ഈ മതം, ഇതുപോലെ ഈ തെണ്ടിത്തരം, ചീറ്റിങ്, ഇത് മാത്രം കൈമുതലായിട്ടുള്ള ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി, ഈ പാർട്ടി ഒരിക്കലും കേരളത്തിൽ വളരാൻ പാടില്ല. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കാം. അങ്ങനെ മൊബൈൽ ആക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നല്ലോ, അതെങ്ങനെ ഇവരുടെ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് റീലാക്കി മാത്രം ഇടുക. ഇതുപോലെ ഒളിച്ചും പാത്തും പതുങ്ങിയും ചെയ്യുന്ന കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല. അവരുടെ സമ്മതം വേണം എന്നാണ്. ഇതിനൊക്കെ എൻ്റെ സമ്മതം വേണ്ടേ? എൻ്റെ ഫോട്ടോ അങ്ങനെയൊക്കെ എടുക്കാവോ? ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ എന്നിട്ട് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം കൊണ്ടെന്താ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുത്തല്ലേ ചോദിച്ചത്? നിങ്ങളോട് അല്ല, നിങ്ങളിപ്പോ അതിനോട് സംസാരിക്കും. ചെയ്തോളി, നിങ്ങൾ എന്താ നിങ്ങൾ ചെയ്തോളി. ആയിക്കോട്ടെ. എന്റെ മൊബൈൽ അതൊന്നും നടക്കില്ല. ഇതാണ് സംഭവം. അപ്പം നമുക്ക് ഇനി ശോഭാ സുരേന്ദ്രനെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇവരോട് എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഈ സാരി ഒരു മിനിറ്റ് കാണിക്കാം. നിങ്ങൾ ഈ ദൃശ്യം കാണിക്ക്. ഒരു സാരിയും പിടിച്ചൊരു ഫോട്ടോ എടുത്താൽ ഇത് സാരി വിതരണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്. പൈസ ബിജെപിയുടെ പ്രതിനിധിയോ അവർക്ക് പൈസ കൊടുത്തു എന്നുള്ള ദൃശ്യം നിങ്ങൾ ഈ നിമിഷം കാണിക്കാൻ തയ്യാറാണോ? ഒരു മിനിറ്റ് മീഡിയ റിപ്പോർട്ടർ, ഒരു മിനിറ്റ്. ശരി, നിങ്ങള് പൈസ കൊടുക്കുന്ന ദൃശ്യം, അവിടെ പൈസ ദൃശ്യം കാണിക്കുന്നത്. ഒരു മിനിറ്റ്. ശരി, രണ്ട് കാര്യം നിങ്ങൾ ചോദിക്കട്ടെ. രണ്ടിനും മറുപടി പറയാം. ചേച്ചി ഒരു മിനിറ്റ്. ഇതിനകത്ത് രണ്ട് കാര്യം ചേച്ചി സമ്മതിച്ചിട്ടില്ല. അതല്ല, ഒരു മിനിറ്റ്. രണ്ട് കാര്യം, ഒരു മിനിറ്റ്. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണ്? വിനേഷ് സർഗ എന്ന് പറയുന്ന 20 ക്രിമിനൽ കേസുകളുള്ള വിനേഷ് സർഗയോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ ചോദ്യം ചെയ്യണം. വിനേഷ് സർഗയെ ചോദ്യം ചെയ്യണം. എന്റെ ഇതിൽ തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണ് മൗനമായിട്ടിരിക്കുന്നത്? അവരെവിടെ നിന്നാണ് ഈ വിഷ്വൽ ഷൂട്ട് ചെയ്തത്? ശോഭാ സുരേന്ദ്രൻ എന്താ അവിടെ കാണാത്തത്? എന്റെ കൂടെയുള്ള പ്രമീള ചേച്ചി എന്താ വിഷ്വലിൽ കാണാത്തത്? അപ്പൊ എവിടെയോ ഇരുന്നു കൊണ്ട് ഇവർ ഒരു സ്ത്രീയെ ഇറക്കി ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി അത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തിച്ച് നിങ്ങളത് കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തു. കേരളത്തിൽ പാടില്ലേ? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതെന്തുകൊണ്ട് അവർ ചിത്രീകരിച്ചില്ല? എന്റെ കാറിൽ പൈസ കൊടുക്കുന്ന വിഷ്വൽ പൈസ കൊടുക്കുന്ന വിഷ്വൽ എന്ന് കാണിച്ചേ. അതാണ് ഞാൻ പറയുന്നത്. അതാണ് അന്വേഷിക്കേണ്ടത്. ഞങ്ങൾ എത്രയോ ദിവസം നോക്കും. അതായത് ഞാൻ പറയാം, ഒരമ്മയെ കാണാൻ പോകുന്നത് ഷൂട്ട് ചെയ്ത ഒരാളുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ ചെല്ലുന്ന ഭാഗം നിങ്ങൾ കാണിച്ചത്.
അപ്പൊ അവിടെ ഒരു വീഡിയോ പ്രവർത്തിച്ചിട്ടുണ്ട്. 1. 2, ആ സ്ത്രീയുടെ മുഖം കാണിക്കുന്നില്ല. എന്താ മുഖം കാണിക്കാത്തത്? ഇല്ല ബാക്ക് സൈഡാ കാണിക്കുന്നത്. അല്ല, ഒരു മിനിറ്റ്, ഇതിനകത്തല്ല ആയിക്കോട്ടെ. തുടക്കം മുതൽ നമ്മൾ ചോദിക്കുന്നുണ്ട് പൈസ കൊടുക്കുന്ന വീഡിയോ എവിടെ? പൈസ കൊടുക്കുന്ന വീഡിയോ എവിടെ? കാണിക്കൂ. പൈസ കൊടുക്കുന്ന വീഡിയോ കാണിക്കൂ. പൈസ കൊടുക്കുന്ന നമുക്ക് കാണിച്ചു കൊടുത്താലോ പൈസ കൊടുക്കുന്ന വീഡിയോ? നീ ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. ആ വെള്ള ചുരിദാറിട്ട പെണ്ണ് പൈസ കൊടുത്തിട്ട് നേരെ ചെന്ന് കയറിയത് ശോഭാ സുരേന്ദ്രൻ്റെ ആ വാഹനത്തിനകത്തോട്ടാണ്. ഇനി വേറൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ ഇപ്പൊ കണ്ട, അത് പൈസ കൊടുത്തു എന്ന് പറഞ്ഞ വഴിക്ക് പറഞ്ഞു ഈ കുട്ടിയുടെ വല്യമ്മയാണെന്ന്. വീഡിയോ കാണിക്കൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വിനേഷ് സർഗെ ചോദ്യം ചെയ്യണം. ആരായിരുന്നു അവരുടെ കാറിൽ ഉണ്ടായിരുന്നത്? 1.5 മണിക്കൂറായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ ഞങ്ങൾ പോയ വീടുകളുടെ പരിസരത്തു വരെ ഏത് സ്ത്രീകളൊക്കെയാണ് അവർ കൊണ്ടുവന്നത്? അത് ചോദ്യം ചെയ്യണം. അതാ എന്റെ ആവശ്യം. അതായത് ശോഭാ സുരേന്ദ്രനോ പ്രമീള ശശിധരനോ സഞ്ചരിക്കുന്ന ആ കാറിലേക്ക് 2 വീഡിയോ, അതായത് പൈസ കൊടുത്തു എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണിക്കാൻ കൊടുക്കുന്നില്ല. ഒരമ്മയുടെ കയ്യിൽ എന്തോ ഇങ്ങനെ നിൽക്കുന്നു, കൊടുക്കുന്നതില്ല. ഒരാൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഇത്രയും തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ഒരു വീഡിയോയിൽ എന്തുകൊണ്ട് ഇത്രയേറെ പരിശ്രമിച്ചിട്ടും ആ സ്ത്രീയുടെ മുഖം പൈസ കൊടുക്കുന്ന പൈസ കൊടുത്തതും കാണിച്ചിട്ടുണ്ട്, ആ മുഖവും കാണിച്ചിട്ടുണ്ട്. ഇവരെന്ത് പറയണെന്ന് മനസ്സിലാവണില്ല. കിട്ടിയില്ല. എന്തുകൊണ്ടാണ് പൈസ കൊടുക്കുന്ന കാണിക്കണം? പൈസ കൊടുക്കുന്ന കാണിക്കണം. പൈസ കൊടുക്കുന്നവിടെ, പൈസ കൊടുക്കുന്നവിടെ എന്തോ കൊടുക്കുന്നു. പൈസ കൊടുക്കുന്നവിടെ പൈസ അല്ല. അതിനകത്ത് ഒരു ഭാഗത്ത് പോലും പൈസ അല്ല. പൊളിഞ്ഞു പോയി. ആദ്യം ഇവരുടെ അടുത്ത് പൈസ കൊടുത്തത് മോശമായി എന്നൊക്കെ പറഞ്ഞ വഴിക്ക് ഇവര് പറഞ്ഞു ഈ കുട്ടിയുടെ വല്യമ്മയാണ്. ആ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ പ്രസ് മീറ്റിൽ പറയുന്നു പൈസ കൊടുത്തിട്ടേയില്ല, പൈസ കൊടുത്തത് എവിടെ കാണിക്കൂ എന്നാണ്. ഡിഫെൻഡിങ് ആണ്. അപ്പോൾ ഇവരാനൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? നാക്കെടുത്ത കള്ളേ പറയുള്ളൂ. എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം. അപ്പൊ ശരി, ഒരു കാര്യം ഞാൻ പറയാം. അപ്പോ ശോഭാ സുരേന്ദ്രന് വേണ്ടി അദൃശ്യ ശക്തിയായിട്ട് കോൺഗ്രസിൽ നിന്ന് ആളുകൾക്ക് പണം കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? അല്ല, ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനും കഴിവുള്ള ഈ BJP സ്ഥാനാർത്ഥിക്ക് ഇതിലപ്പുറവും ചാടിക്കിടക്കാൻ പറ്റും. അപ്പൊ ഇതെന്താണ് തെളിവ്? ഇത് ലോകം കാണട്ടെ. എന്താണ്? ഒരു സ്ത്രീ ഒരു തുണി പിടിച്ചു നിൽക്കുന്നു, ഒരമ്മ മുന്നിൽ. ഇതാണോ സാരി വിതരണം? ഇതാണോ സുഹൃത്തെ? ആണോ? ഇതിനകത്ത് സാരി വിതരണം എന്താണെങ്കിലും സ്വപ്ന പദ്ധതികളെല്ലാം വളരെ നന്നായിട്ടുണ്ട്, വിശേഷമായിട്ടുണ്ട്. അതായത് അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് ഒരുപാട് ആളുകളെ കാണാനുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ 35,000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തിന് ഞാൻ ജയിക്കുന്നത്. എനിക്കിവിടെ ചെറിയൊരു വേദന വരുന്നു. 35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. സാരില്ല ദൈവമേ, എന്തൊക്കെയാണ് ഇവർ പറഞ്ഞ് പിടിപ്പിക്കുന്നതെന്ന് മനസ്സിലാവില്ല. വായേ തോന്നി ഇതിങ്ങനെ കോതയ്ക്ക് പാട്ട് എന്നൊക്കെ പണ്ട് ആരാണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനേക്കാളും വലത്താണ് ഇവരുടെ ഈ ഒരു സംഭാഷണവും കാര്യങ്ങളൊക്കെ. ഇത് മാത്രമല്ല കേട്ടോ. ഇപ്പം ദേവൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവിടെ മുഴുവൻ ഈ കുടുംബയോഗങ്ങൾ വെച്ചിട്ട് അവിടെ ബിരിയാണി വിതരണവും കിറ്റ് വിതരണമൊക്കെയാണ്.
ഈ BJP-ക്കാർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തല്ലുപിടിച്ച് വോട്ട് പിടിക്കാൻ നോക്കിയിട്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പൈസ കൊടുത്ത് കിറ്റ് കൊടുത്ത് സാരി കൊടുത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുറേ സിനിമാ നടന്മാരെ നിർത്തി നോക്കി, അല്ലെങ്കിൽ അത്യാവശ്യം ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ തന്നെ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരെ നിർത്തി നോക്കി. യാതൊരു വക ഫലവുമില്ല. ഇവന്മാരൊക്കെ മണ്ടന്മാരാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പോക്കായിരുന്നു ഈ എലക്ഷൻ പ്രചരണം. ഏതൊരു ട്രോൾ വീഡിയോ എടുത്ത് നോക്കിക്കോ, ഇവരുടെ എലക്ഷൻ പ്രചാരണത്തിൻ്റെ ആയിരിക്കും അതിൽ മെയിനായിട്ടുണ്ടാവുക. ഒരു വക അറിയാത്ത ആൾക്കാരടക്കം ഇവരതിനെടുത്ത് ട്രോളുന്നുണ്ട്. അതെങ്ങനെയാണ്? രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്കുക തന്നെ വേണം. അല്ലാതെ ഇപ്പം 2 ദിവസം മുമ്പ് വരെ റീൽസ് കളിച്ചുകൊണ്ടിരുന്നായിരുന്ന ഒരാളെ പിടിച്ചിട്ട് പൊളിറ്റിക്സിൽ കൊണ്ടിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ പൊളിറ്റിക്സ് വഴങ്ങും? അയാൾക്ക് വഴങ്ങാൻ ആകെ കൂടി ഒരു പാട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും BJP രാഷ്ട്രീയം കേരളത്തിൽ വളരാൻ അനുവദിക്കില്ല. അത് ഇവിടുത്തെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല. ഈ മൊത്തത്തിൽ അഖിൽമാരാർക്ക് പിന്നെയും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സംസാരശേഷിയൊക്കെ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. അപ്പം അങ്ങേര് തന്നെ ഈ BJP-യിലോട്ട് കയറി വന്നതിന് ശേഷം ആളെന്താ പറയണതെന്ന് ആൾക്ക് പോലും മനസ്സിലാവണില്ല. അപ്പം രാവിലെ പറഞ്ഞൊരു കാര്യമല്ല ഉച്ചയ്ക്ക് പറഞ്ഞൊരു കാര്യമില്ല രാത്രി പറയാം. നിലപാടുകളുടെ ഉസ്താദായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ നിന്നാണ് വോട്ട് ചോദിച്ചു തുടങ്ങിയത്. അതിന് വാളൊക്കെ എടുത്ത് നടു റോഡിൽ നിന്നിട്ട് വീശാണ്. അപ്പം ഇതൊക്കെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുക? ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ABCD അറിയില്ല. അമ്മാതിരി ആൾക്കാരെന്നൊക്കെ പിടിച്ചു നിർത്തിയിട്ട് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അഞ്ജലി നായരാണ്. അഞ്ജലി നായർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു 2-3 ദിവസം മുമ്പേ. ആ ഇൻ്റർവ്യൂവിൽ അഞ്ജലി നായർ പറയുന്ന കാര്യങ്ങൾ എന്താ? ഞാൻ 35 ലക്ഷം രൂപയോളം ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള ഒരാളാണ്. അതായത് ഞാൻ സമ്പാദിച്ചതിൻ്റെ 70% ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ഓപ്പറേഷൻ ആയിക്കോട്ടെ, പിന്നെന്തുവാ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാറ്റഗറികൾ ആൾ പറയുന്നുണ്ട്. പക്ഷേ പിന്നെ ആൾ പറയുന്നത് 500 രൂപയുടെ ചെരുപ്പിട്ടിട്ടാണ് ഒരു വർഷം തികയ്ക്കുന്നതെന്ന്. എന്തുമാതിരി തള്ളലാണ്. ഇത് കേൾക്കുന്ന ഏതൊരു പൊട്ടനും മനസ്സിലാവും ഇത് തള്ളാൻ കുത്തിരിക്കണതാണ്. ഈ BJP-യുടെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫണ്ട് അവർക്ക് കേന്ദ്രത്തിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ അവർക്ക് ഇതിൻ്റെ പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചേച്ചിക്ക് ഇനിയിപ്പോൾ 1 കോടി രൂപ എന്തായാലും ഫണ്ട് ഇവർക്ക് എത്തിയിട്ടുണ്ടാവും. അതിൽ നിന്നിപ്പോൾ ഒരു 35 ലക്ഷം എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോ പിടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, വിനീഷ്, അപ്പോൾ ആളിലോട്ട് നമുക്ക് പോവാം. എല്ലാ വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ ഇതിനകത്ത്. അവരെ കാരണം നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും കാറിലിരുന്ന് അവരോട് മോശമായിട്ട് പെരുമാറിയോ? ഒന്നും കാണിച്ചിട്ടില്ല. ആ വീഡിയോയിലെല്ലാം കാണുന്നതല്ലേ, നമ്മളൊന്നും മാത്രമാണോ ചെയ്തത്? ആ ദൃശ്യങ്ങൾ എടുക്കുക മാത്രം ചെയ്തു. നിങ്ങളെന്തോ ആംഗ്യം കാണിച്ചു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അത്തരത്തിലുള്ള ഒന്നും ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല. 1 മണിക്കൂർ മുന്നേ ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തെ നിങ്ങൾ ഫോളോ ചെയ്തിരുന്നു? ഇല്ല. ശോഭയുടെ വാഹനം ശോഭയാണോ? അവര് പറഞ്ഞത് ഇറങ്ങിയതും പറയുന്നത് തന്നെ 3 ദിവസമായി നിങ്ങൾ ഫോളോ ചെയ്തു എന്നാ പറഞ്ഞത്. ഇന്നലെ ഞങ്ങള് കൊട്ടിക്കലാശത്തിന്റെ പിറകില്ല, രാവിലെ ഞങ്ങൾ സ്ക്വാഡ് വർക്കില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ വാർഡിൽ തന്നെയാണ് പരിപാടികളിലുള്ളത്. ആ വാർഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവിചാരിതമായി ഇത് കണ്ടത്. 3 ദിവസമായി ഈ കൂടിയിരിക്കുന്ന അവര് പറയുന്ന കുട്ടി 3 ദിവസം അവരെ പിറകിലാണ്. അവരെ പിറകിൽ പോകേണ്ട യാതൊരു കാര്യമില്ല. അവരെ തെളിയിക്കണം. അത് അത്തരത്തിലൊരു ആരോപണം നിങ്ങൾ തെളിയിക്കണം. അതവർ പറയേണ്ടതാണ്. അതൊന്നുമില്ല, അത് വീഡിയോ എടുത്തത് ആ പയ്യനാണ് എന്ന് കൂടിയിരുന്ന പൈസ കൊടുത്ത സ്ത്രീ പറയണ്ടായി. അതിന്റെ ക്ഷോഭമാണ് അദ്ദേഹത്തോട് പെരുമാറിയുള്ളത്. അല്ല, ഒന്നല്ല, കേസിലൊക്കെ പ്രതിയാണ്. അതിപ്പോ ആദ്യമായിട്ട് പ്രതിയാവുന്നൊന്നുമില്ലല്ലോ. ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന 2002 കാലം മുതൽ ഞാൻ പ്രതിയാണ്. ഈ വാടാനപ്പള്ളിയിൽ നടന്നിട്ടുള്ള കിറ്റ് വിതരണവും ഇപ്പോൾ പാലക്കാട് ചെയ്തിട്ടുള്ളത് മാത്രമാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാരെല്ലാം അവിടത്തും നല്ല രീതിയിൽ പൈസ എറിഞ്ഞിട്ടുണ്ടാവും.
ഇവരുടെ ഒരു UP-യിലത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആരതി കൊണ്ടുവച്ചിട്ട് അതിൽ പൈസ ഇട്ടിട്ട് പൈസ കൊടുത്തതിന് ശേഷം ഈ വിളക്ക് തൊട്ട് സത്യം ചെയ്തിട്ട്, അതായത് BJPക്ക് വോട്ട് എന്നുള്ള രീതിയിൽ വിളക്കൊട്ട് സത്യം ചെയ്യിപ്പിച്ചിട്ട് പൈസ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു അതുപോലെയുള്ളൊരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് കയ്യിലുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയിൽപ്പെട്ടവരുടെ എന്നിട്ട് പറയാം ഉപദേശവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ ആള് 9 പ്രാവശ്യമായി പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നു, 9 വർഷവും ജയിപ്പിച്ചിട്ടില്ല. ഇതിപ്പോൾ 10ാമത്തെ വർഷമാണ്. 35,000 വോട്ടിനൊക്കെ ജയിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്കൊരു അറ്റാക്കൊക്കെ വന്നിട്ടാ. എൻ്റെ പൊന്നു മോനെ, അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളോട് എന്തെങ്കിലും മോശം ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് ഞങ്ങളുടെ വണ്ടിനെ തടുക്കുകയും ഞങ്ങൾ പാസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വണ്ടിനെ തടുക്കുകയും ചെയ്തിട്ട്, അപ്പോൾ ഞങ്ങൾ പറയുണ്ടായി, ഞങ്ങൾ തടുത്തതും പറഞ്ഞു പൈസ കൊടുത്ത് വോട്ട് ചോദിക്കുന്നത് ശരിയായ ഒരു നയമല്ല. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അയച്ചു തന്നാണ്. ആ വീഡിയോസ് പരിശോധിച്ചാൽ തന്നെ കാണാം. അതിനുശേഷം ശോഭ ചേച്ചി, ഇപ്പോൾ ഞാൻ പറയുന്നത് ശോഭ ചേച്ചി എന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയായിട്ടാണ് കണക്കാക്കുന്നത്. അതെ, ഞങ്ങളോട് സംസാരിക്കുമ്പോഴും ഇല്ല, നിങ്ങളുടെ വീഡിയോ ഇല്ല, എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചില്ല. വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. എന്നോട് വന്ന് നിങ്ങൾ എന്തിനാ വീഡിയോ എടുക്കുന്നത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ആ സ്ഥാനാർത്ഥിന്റെ കൂടെ ഞാൻ വീഡിയോ ശോഭ ചേച്ചിന്റെ വീഡിയോ കുറച്ച് മുമ്പ് കാണുകയുണ്ടായി. 3 പേരെ ആ വണ്ടിയിൽ സഞ്ചരിച്ചില്ലെന്നു. ഞാൻ അയച്ചു തന്ന വീഡിയോയിൽ ഉൾപ്പെടെ 4 പേര്, ആ പൈസ കൊടുത്ത സ്ത്രീ ഉൾപ്പെടെയുള്ള ആൾക്കാർ 4 പേര് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുകയുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെ 4 പേര് അതിലുണ്ട്. അത് ഞാൻ എന്റെ പ്രൂഫ് ഞാൻ ഇപ്പൊ വേണം നിങ്ങൾ കാണിച്ചു. ആ സ്ത്രീ കൂടിയുള്ള ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയാണ് അവർ ആ വണ്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞു. അതിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ആ ശോഭ ചേച്ചി എത്രത്തോളം കള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ പാലക്കാടിന്റെ ഘടന അനുസരിച്ച് നമ്മൾക്ക് ഒരാളിനെ പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിച്ച് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഏത് സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാരനെയും പേര് വരുത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പിന്നെ അവരുടെ വീഡിയോയില് ശോഭ ചേച്ചിയുടെ ഞങ്ങൾ ആദ്യം കാറിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. പൈസ 1-2 വീടുകളിൽ കൊടുക്കുന്നു, ആ വീട്ടിൽ കൊടുത്ത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞെന്താ ഇവരുടെ ബന്ധുവാണ് അതുകൊണ്ടാ പൈസ കൊടുത്തത്. ആ ഒരു വാചകം പോലെ ശോഭ ചേച്ചി എങ്ങനെ നുണ പറയുന്നത്? ആ ഒരു വാചകം കൊണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞല്ലോ വീഡിയോയില് കറക്റ്റ്. അവര് പറയണ്ടല്ലോ അവര് ബന്ധു ആയതുകൊണ്ടാ കൊടുത്തത്. ആറ്റിങ്ങിലോ മുംബൈയിലോ മറ്റെയാണ് ആ സിനി പറഞ്ഞ സ്ത്രീ താമസിക്കുന്നത്, പൈസ കൊടുത്തത്. ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്, ആരാന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. അല്ലല്ല, അത് 100% ഉറപ്പാണ്. ദേവുഅമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധുവില്ല കാര്യം എനിക്കറിയാം. ഞാൻ അടുത്ത വാർഡ് മെമ്പർ ആയിരുന്ന ആളാണ്. ദേവുഅമ്മയ്ക്ക് അങ്ങനെ ഒരു ബന്ധുവില്ല. അവരൊരു നിസ്സഹായത കൊണ്ട് ഇവര് പൈസ കൊടുത്തത് ഒരു അപ്പോൾ ആ ഒരു വാദവും പൊളിഞ്ഞു. അപ്പോൾ ഈ വാഹനം നിർത്തിയ വഴിക്ക് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇത് ഈ കുട്ടിയുടെ വല്യമ്മയാണെന്നാണ്. ഇപ്പം ഇയാൾ വാർഡ് മെമ്പറായിട്ടുള്ള ആളായതുകൊണ്ട് ആൾക്ക് ആ വാർഡിലത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം ആ ഒരു ചേച്ചി ദേവു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം പേര് പോലും അറിയാവുന്ന ഒരാളാണ്. അപ്പം ദേവു അമ്മയ്ക്ക് അങ്ങനെ ഒരു ബന്ധുവില്ല എന്നാണ് മൂപ്പരാള് പറയുന്നത്. അപ്പം പിന്നെ നമുക്കതിൽ നിന്ന് വ്യക്തമാണ്. അപ്പം ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ വളർത്താൻ അനുവദിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അതേ സിസ്റ്റം തന്നെയാണ് ഇവിടേക്ക് അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗുജറാത്തിലും UP-യിലൊക്കെ ഉണ്ടായിരുന്ന അതേ സിസ്റ്റം അവർ ഇവിടെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. പൈസ കൊടുക്കുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഹിറ്റ്ലർ ക്യാബിനറ്റ് മീറ്റിങ്ങിന് വരുമ്പോൾ ഒരു കോഴിയെ ഇവിടെ ഇറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇറുക്കി പിടിച്ച കോഴി തല ഇറുക്കി പിടിപ്പിച്ചിട്ട് അതിൻ്റെ പൂട ഓരോന്നായിട്ട് വലിച്ചെറിഞ്ഞ് പുറത്തോട്ട് കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ പ്രസ് മീറ്റിൽ അവിടെ ക്യാബിനറ്റിലിരിക്കുന്ന അംഗങ്ങൾ ചോദിച്ചു, പാവം അതിനെ വേദന എടുക്കില്ലേ? ഹിറ്റ്ലർ യാതൊരു മൈൻഡും കൂടാതെ എല്ലാ പൂടയും പറിച്ചു കളഞ്ഞു. ഹിറ്റ്ലർ നടന്നു വന്ന് അവിടെ നിന്നു. അതിനുശേഷം ഈ പൂടയില്ലാത്ത കോഴീനെ പിടിച്ചിട്ട് നിലത്തേക്കിട്ടു. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് അരിമണി എറിഞ്ഞു കൊടുത്തപ്പോൾ എന്തായി? ആ കോഴി വന്നിട്ട് അത് കൊത്തി പറക്കാൻ തുടങ്ങി. അതിന് നല്ല വേദനയും ദാഹവും വിശപ്പൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. അപ്പോൾ അത് ഇരുന്ന് തിന്നു. ആ ഇരുന്ന് തിന്നതിന് ശേഷം അതേ കോഴി ഹിറ്റ്ലറിനെ നോക്കുകയാണ്. അപ്പോൾ ഹിറ്റ്ലർ എന്താക്കി? ഹിറ്റ്ലർ വീണ്ടും പോക്കറ്റിൽ നിന്ന് അരിമണി കയ്യിൽ പിടിച്ചു. അപ്പോൾ ആ കോഴി മെല്ലെ ഹിറ്റ്ലറിൻ്റെ കയ്യിലോട്ട് വന്നിട്ട് കയ്യിൽ നിന്ന് ആ ധാന്യമണി കൊത്തി തിന്നാൻ തുടങ്ങി. ഹിറ്റ്ലർ അതിനെ മെല്ലെ എടുത്തു. അതിന് യാതൊരു കുഴപ്പമുണ്ടായില്ല. ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്താണ്? എലക്ഷൻ വരുമ്പോൾ മാത്രം ഇവർ കാണിക്കുന്ന സ്നേഹവും എലക്ഷന് ശേഷം ഇവർ കാണിക്കുന്ന തെണ്ടിത്തരവും നമ്മളോട് കാണിക്കുന്ന തെണ്ടിത്തരവും തെമ്മാടിത്തരവും ആണ്. അപ്പോൾ വോട്ടർമാർ എല്ലാം മറന്ന് ആ സമയത്ത് ഇവർക്ക് വോട്ട് ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് കൊടുക്കുന്ന ആ കുറച്ച് പൈസ അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത്.
അപ്പോൾ ഇതിലൂടെയല്ല രാഷ്ട്രീയം വളർത്തേണ്ടത്. രാഷ്ട്രീയം വളർത്തേണ്ടത് നമ്മുടെ നല്ല കാര്യങ്ങൾ പറയാനും, അതായത് ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നിൽ വെക്കുന്നതും, അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുന്നിലോട്ട് വെക്കുന്നതും, അതിലാണ് നമ്മുടെ രാഷ്ട്രീയം. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഇമ്മാതിരി തെണ്ടിത്തരം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ ഈ 8-9 പ്രാവശ്യം മത്സരിച്ചു എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു ബൈറ്റ് കൂടി നമുക്ക് കാണാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വിവാദങ്ങൾ അത്രയും ഉണ്ടയില്ലാ വെടികളാണ്. ആ ഉണ്ടയില്ലാ വെടിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിജയം പാലക്കാട് ഉറപ്പായപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തവരാണ് ഇങ്ങനെ ഒരു കഥയുമായി പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടം എന്നറിയാതെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വരുന്ന ഒരാളല്ല നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ. ഇതെന്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ എന്നെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പൊട്ടണതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 10ാമത്തെ അടവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ശോഭ ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നത്. 10ാമത്തെ അടവിലെങ്കിലും ഒന്ന് പയറ്റി തെളിയോ എന്നുള്ളതാണ്. പക്ഷെ തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ളവരുടെ ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ, അമ്മാതിരി ഹൈപ്പാണ്, അമ്മാതിരി ഹൈ ലെവലിലാണ് ഇവരുടെ വിശ്വാസം. 35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുമെന്നായപ്പോൾ ഇന്നലെ ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ആരാണ് ഏൽപ്പിച്ചത്? അവരാരാണ്? എവിടെ നിന്ന് വന്നവരാണ്? ഏത് ചെറുപ്പക്കാരാണ്? നിങ്ങൾ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ കൂടി കൂടെ നിൽക്കണം, അതെനിക്ക് തെളിയിക്കണം. എന്ത് തെളിയിക്കണം? മാധ്യമ ഓക്കെ തെളിയിച്ചിരിക്കുന്നു. നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയെ നമ്മൾ ചൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ ഏതൊരു ആവശ്യത്തിനും പെട്ടെന്ന് കയറി ചെല്ലാനും എല്ലാ ആവശ്യങ്ങൾക്കും കൂട്ടുനിൽക്കാനും കഴിവുള്ള ഒരു പാർട്ടി, അല്ലാതെ മതത്തിൻ്റെ പേരിൽ മാത്രം കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അവർക്ക് ഒരിക്കലും വോട്ട് ചെയ്യരുത്. അവർ AC റൂമിലിരുന്നിട്ട് നിർദ്ദേശിക്കുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മളെ കൂടെ ഇറങ്ങി നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിവുള്ള ഒരാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. അപ്പോൾ വോട്ട്, ഓരോ വോട്ടർമാരുടെയും വോട്ടുകൾ വിലപ്പെട്ടതാണ്, പാഴാക്കരുത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.